നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ ടോപ്പിക് വൈസ് റിവിഷൻ ഡേ 8 ആണ് ഇന്ന്. നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് പ്രവൃത്തി, ഊർജം, ഊർജ പരിവർത്തനം. ഫിസിക്കൽ സയൻസിലെ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ ഭൗതിക ശാസ്ത്രത്തിൽ എന്ത് വിളിക്കുന്നു? അപ്പോൾ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ ഭൗതിക ശാസ്ത്രത്തിൽ വിളിക്കുന്ന പേരാണ് ഊർജം, എനർജി. യാന്ത്രികോർജത്തിന്റെ 2 രൂപങ്ങൾ ഏതൊക്കെയാണ്? അതായത് മെക്കാനിക്കൽ എനർജിയുടെ 2 രൂപങ്ങളാണ് സ്ഥിതികോർജവും ഗതികോർജവും. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും രണ്ടും യാന്ത്രികോർജത്തിന്റെ 2 രൂപങ്ങളാണ്. ചലിക്കുന്ന വസ്തുക്കൾക്കുള്ള ഊർജമാണ് ഗതികോർജം. അപ്പൊ ചലിക്കുന്ന വസ്തുക്കൾക്കുള്ള ഊർജം ഏതാണ്? കൈനറ്റിക് എനർജി അഥവാ ഗതികോർജമാണ്. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനുള്ള ഊർജം സ്ഥിതികോർജമാണ്. അപ്പം നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ ഊർജം ഏതാണ്? സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഒരു വസ്തുവിന്റെ സ്ഥാനം മൂലമോ രൂപമാറ്റം മൂലമോ ഉണ്ടാകുന്ന ഊർജം എന്താണ്? സ്ഥിതികോർജം. അപ്പൊ സ്ഥിതികോർജമാണ്. ഒരു വസ്തുവിന്റെ സ്ഥാനം മൂലമോ അല്ലെങ്കിൽ രൂപമാറ്റം മൂലമോ ഉണ്ടാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. താപം ഒരു ഊർജ രൂപമാണ്. ശരിയാണോ തെറ്റാണോ? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. അപ്പം താപം ഒരു ഊർജ രൂപമാണ്. ശരിയാണ്. ഭൂമിയുടെ ഏറ്റവും പ്രധാന ഊർജ സ്രോതസ്സാണ് സൂര്യൻ. അപ്പോ ഭൂമിയുടെ ഏറ്റവും പ്രധാന ഊർജ സ്രോതസ് ഏതാണ്? സൂര്യനാണ്. സൂര്യനിൽ നിന്നും ഭൂമിക്ക് ഏതൊക്കെ രൂപത്തിൽ ഊർജം ലഭിക്കുന്നു? താപമായിട്ടും പ്രകാശമായിട്ടും. താപമായിട്ടും പ്രകാശമായിട്ടും സൂര്യനിൽ നിന്നും ഭൂമിക്ക് ഊർജം ലഭിക്കുന്നുണ്ട്. മലയുടെ മുകളിലുള്ള കല്ല് താഴെ എത്തുമ്പോൾ അതിന്റെ സ്ഥിതികോർജത്തിന് എന്ത് സംഭവിക്കും? സ്ഥിതികോർജം കുറയുകയാണ് ചെയ്യുന്നത്. അതായത് മുകളിലിരിക്കുമ്പോൾ, ഒരു ഹൈറ്റിലിരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജം കൂടുതലാണ്. താഴേക്ക് വരുംതോറും സ്ഥിതികോർജം കുറഞ്ഞു വരുന്നു. അത് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, ഊർജത്തിന്റെ SI യൂണിറ്റ് എന്ത്? ജൂൾ. ജൂളാണ് ഊർജത്തിന്റെ SI യൂണിറ്റ്. CGS സിസ്റ്റത്തിൽ ഊർജത്തിന്റെ യൂണിറ്റ് എർഗ് ആണ്. അപ്പോ ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? എർഗ്. SI യൂണിറ്റ് ജൂളുമാണ്. അടുത്ത ചോദ്യം, 1800ന്റെ തുടക്കത്തിൽ ഊർജം എന്ന പദം ഭൗതിക ശാസ്ത്രത്തിൽ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങി. അപ്പൊ 1800ന്റെ തുടക്കത്തിലാണ് ഊർജം എന്ന പദം ഭൗതിക ശാസ്ത്രത്തിൽ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. ഇതിന് തുടക്കമിട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? തോമസ് യങ്. തോമസ് യങ് ആണ്. കെൽവിൻ സ്കെയിലിന് സമാനമായ റാങ്കിൻ സ്കെയിൽ കണ്ടുപിടിച്ച സ്കോട്ടിഷ് ഗവേഷകനാണ് ആദ്യമായി പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജം എന്ന പദം ഉപയോഗിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തത്. ആരാണ് അദ്ദേഹം? അപ്പൊ ചോദ്യം എന്താണ്? കെൽവിൻ സ്കെയിലിന് സമാനമായി റാങ്കിൻ സ്കെയിൽ കണ്ടുപിടിച്ച സ്കോട്ടിഷ് ഗവേഷകനാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അദ്ദേഹമാണ് വില്യം ജോൺ റാങ്കിൻ. വില്യം ജോൺ റാങ്കിൻ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റും ജൂളാണ്. അപ്പോൾ വർക്കിന്റെ യൂണിറ്റും എനർജിയുടെ യൂണിറ്റും എന്താണ്? ജൂളാണ്. ഏത് ശാസ്ത്രജ്ഞന്റെ പേരിൽ നിന്നാണ് ജൂൾ എന്ന യൂണിറ്റ് ഉണ്ടായത്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ജെയിംസ് പ്രെസ്കോട്ട് ജൂളിന്റെ പേരിൽ നിന്നാണ് ജൂൾ എന്ന യൂണിറ്റ് ഉണ്ടായത്. ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബലത്തിന്റെയും അതിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തിന്റെയും ഗുണനഫലമാണ് പ്രവൃത്തി. അപ്പൊ വർക്ക് എന്ന് പറയുന്നത് ബലം, ഫോഴ്സ്, ഫോഴ്സിന്റെയും സ്ഥാനാന്തരം അതായത് ഡിസ്പ്ലേസ്മെന്റിന്റെയും എന്താണ്? ഗുണനഫലമാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. F×D. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ 12th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് ഇന്നു മുതൽ ഫെബ്രുവരി 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത കോഴ്സാണ് ദിശ. ഇതൊരു ബാച്ച് കോഴ്സാണ്. ഇത് അൺഅക്കാഡമി പ്ലസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ എന്താണ് അൺഅക്കാഡമി പ്ലസ്? അൺഅക്കാഡമി പ്ലസ് എന്ന് പറയുന്നത് പെയ്ഡ് ആയിട്ടുള്ള വേർഷൻ ആണ്. പക്ഷെ പെയ്ഡ് ആണെങ്കിൽ കൂടി അത്രയും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്, മൻസൂർ അലി സാർ അടക്കമുള്ള ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് പ്ലസിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പ്ലസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് പറയാം. അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കോഴ്സിന്റെ അവിടെ കേരള PSC എന്ന് ചൂസ് ചെയ്യുക.
അപ്പോൾ കേരള PSC എന്ന് ചൂസ് ചെയ്യുമ്പോൾ താഴെ പ്ലസ് ഫ്രീ ലൈവ് ക്ലാസ്സസ് അതർ കോഴ്സസ് എന്ന് കാണാൻ പറ്റും. അതിൽ പ്ലസ് ചൂസ് ചെയ്യുക, എന്നിട്ട് ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള പച്ച കളറിലുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. അപ്പം ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കഴിച്ചുള്ള എമൗണ്ട് മാത്രം കൊടുത്താൽ മതിയായിരിക്കും. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് കൊടുക്കുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഒരുമിച്ച് ക്യാഷ് അടയ്ക്കാൻ ഇല്ലാത്തവർക്ക് EMI ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളുടെ റെഫറൽ കോഡ് മറക്കണ്ട, ടിപ്സ് ആൻഡ് ട്രിക്സ്. അൺഅക്കാഡമിയിൽ ഫ്രീ കണ്ടന്റ് ആക്സസ് ചെയ്യാനും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതിയാകും. ഓക്കെ, അളവ് മാത്രമുള്ള ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് പ്രവൃത്തി. ശരിയോ തെറ്റോ? അളവ് മാത്രമുള്ള ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് പ്രവൃത്തി. ശരിയാണ്. സോളാർ സെല്ലിൽ ഏതു തരം ഊർജ്ജമാറ്റമാണ് സംഭവിക്കുന്നത്? അപ്പൊ സോളാർ സെല്ലില് പ്രകാശോർജം എന്തായിട്ട് മാറുന്നു? വൈദ്യുതോർജ്ജമായി മാറുന്നു. സോളാർ സെല്ലിൽ പ്രകാശോർജം വൈദ്യുതോർജ്ജമായിട്ടാണ് മാറുന്നത്. ഇലക്ട്രിക് ബൾബിൽ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്തൊക്കെയാണ്? വൈദ്യുതോർജ്ജം പ്രകാശോർജവും താപോർജവുമായി മാറുന്നു. അപ്പോൾ വൈദ്യുതോർജ്ജം എന്തൊക്കെയായിട്ട് മാറുന്നു? പ്രകാശോർജവും താപോർജവുമായി മാറുന്നു. എത്ര ജൂൾ ആണ് ഒരു കിലോ ജൂൾ? 1000 ജൂൾ ആണ് ഒരു കിലോ ജൂൾ എന്ന് പറയുന്നത്. പ്രവൃത്തിയുടെ മറ്റൊരു യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ശരിയോ തെറ്റോ? പ്രവൃത്തി, അപ്പോ പ്രവൃത്തിയുടെ മറ്റൊരു യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ശരിയോ തെറ്റോ? തെറ്റാണ്. പ്രവൃത്തിയുടെ മറ്റൊരു യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. കാരണം NM ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, അപ്പൊ ന്യൂട്ടൺ മീറ്റർ ആണ്. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. അപ്പൊ യൂണിറ്റ് സമയത്തിൽ, വർക്ക് ബൈ ടൈം ആണ് പവർ. അപ്പൊ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അഥവാ പ്രവൃത്തിയുടെ നിരക്ക് എന്താണ്? പവർ ആണ്. ഒരു ന്യൂട്ടൺ മീറ്റർ എന്നത് എത്ര ജൂൾ ആണ് എന്ന് ചോദിച്ചാൽ 1 ജൂൾ. അപ്പം 1 ന്യൂട്ടൺ മീറ്റർ എന്നത് 1 ജൂളിന് ഇക്വലന്റ് ആണ്. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ആണ്. ജൂൾ പെർ സെക്കൻഡ് എന്നതിന്റെ യൂണിറ്റ്, ഇപ്പൊ ജൂൾ പെർ സെക്കൻഡ് എന്തിന്റെ യൂണിറ്റ് ആണ്? പവറിന്റെ യൂണിറ്റ്. വർക്ക് ബൈ ടൈം, ജൂൾ പെർ സെക്കൻഡ് പവറിന്റെ യൂണിറ്റ് ആണ്. ഒരു ജൂൾ പെർ സെക്കൻഡ് എത്ര വാട്ടിന് തുല്യമാണ് എന്ന് ചോദിച്ചാൽ 1 വാട്ടിന് തുല്യമാണ് 1 ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. കുതിരശക്തി എന്ന പദം എന്തിന്റെ യൂണിറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പവർ. പവറിന്റെ യൂണിറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുതിരശക്തി. ഒരു കുതിരശക്തി എത്ര വാട്ടിന് തുല്യമാണ് എന്ന് ചോദിച്ചാൽ 746 വാട്ടിന് തുല്യമാണ് ഒരു കുതിരശക്തി, ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഒരു കിലോ വാട്ട് എന്നത് എത്ര വാട്ടാണ്? 1000. അപ്പോൾ കിലോ എന്ന് ചോദിച്ചാൽ 1000 തന്നെയാണ് ഉത്തരം. ഒരു മെഗാവാട്ട് എത്രയാണ്? മെഗാ എന്ന് പറയുമ്പോൾ 10⁻6 ആണ്. അപ്പോൾ ഒരു മെഗാവാട്ട് എന്ന് പറയുന്നത് 10⁻6 വാട്ടിന് ഇക്വലന്റ് ആണ്. വാട്ട് എന്ന യൂണിറ്റ് ഏത് ശാസ്ത്രജ്ഞന്റെ പേരിൽ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചാൽ ജെയിംസ് വാട്ടിന്റെ പേരിൽ നിന്നാണ് വാട്ട് എന്ന യൂണിറ്റ് വന്നത്. ഒരു വസ്തുവിന്റെ ഗതികോർജം അതിന്റെ പിണ്ഡത്തെയും പിന്നെ എന്തിനേയുമാണ് ആശ്രയിച്ചിരിക്കുന്നത്? പ്രവേഗത്തെയുമാണ്. അപ്പോൾ ഗതികോർജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി ½ ആണ്. ഇതിൽ M എന്ന് പറയുന്നത് മാസ് അഥവാ പിണ്ഡം, V എന്ന് പറയുന്നത് വെലോസിറ്റി അഥവാ പ്രവേഗവും ആണ്. പ്രവേഗവും പിണ്ഡവും ഉള്ള വസ്തുവിന്റെ ഗതികോർജം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താണ്? ഞാനിപ്പോ പറഞ്ഞു, ഗതികോർജം എന്ന് പറയുന്നത് ½ ആണ്. ഒരു വസ്തുവിന്റെ ഭാരവും വേഗവും കൂടുന്നതിനനുസരിച്ച് ഗതികോർജത്തിന് എന്ത് സംഭവിക്കുന്നു? ഈ ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് പറയാം ഗതികോർജം കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. മാസ് കൂടിയാലും വേഗത കൂടിയാലും ഗതികോർജം എന്താണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. ചലിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? ½ ആണ്. V ഇരട്ടിയായാൽ 4 ടൈംസ് ആകും ഗതികോർജം, 4 ഇരട്ടിയാകും. പ്രവൃത്തിയുടെ അളവും ഗതികോർജത്തിന്റെ വ്യതിയാനവും തമ്മിലുള്ള ബന്ധം എന്താണ്? പ്രവൃത്തിയുടെ അളവും ഗതികോർജത്തിലുള്ള വ്യതിയാനവും തമ്മിലുള്ള ബന്ധം രണ്ടും തുല്യമായിരിക്കും. കുതിച്ചു പായുന്ന ഒരു വെടിയുണ്ടയിൽ അടങ്ങിയിരിക്കുന്ന ഊർജം, ഇപ്പൊ ചലിക്കുന്ന വസ്തു ആയതുകൊണ്ട് എന്താണ്? ഗതികോർജമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. കുതിച്ചു പായുന്ന ഒരു വെടിയുണ്ടയിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ചോദിച്ചാൽ ഗതികോർജമാണ്. വാട്ടർ ടാങ്കിൽ സംഭരിച്ചിരിക്കുന്ന വെള്ളത്തിനുള്ള ഊർജം സ്ഥിതികോർജം. അപ്പൊ അതൊരു നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന സംഭവം ആയതുകൊണ്ട് സ്ഥിതികോർജമാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് സ്ഥിതികോർജം എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് ചോദിച്ചാൽ സ്ഥിതികോർജം കൂടുകയാണ് ചെയ്യുന്നത്. ഉയരം കൂടുമ്പോൾ സ്ഥിതികോർജം എന്ത് ചെയ്യുന്നു? കൂടുന്നു. തറയിൽ ഇരിക്കുന്ന വസ്തുവിന്റെ സ്ഥിതികോർജം എന്തായിരിക്കും? അപ്പോൾ 0 ആയിരിക്കും. ഉയരം കൂടുമ്പോൾ കൂടുന്നു, തറയിൽ ഇരിക്കുമ്പോൾ അതിന്റെ സ്ഥിതികോർജം
0 ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, എന്നാൽ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. ഇത് ഭൗതിക ശാസ്ത്രത്തിലെ ഒരു നിയമമാണ്. ഈ നിയമം ഏതാണ്? ഊർജ സംരക്ഷണ നിയമമാണ്. ഊർജ സംരക്ഷണ നിയമം. ഐൻസ്റ്റീൻ രൂപപ്പെടുത്തിയ ഊർജവും പിണ്ഡവും തമ്മിലുള്ള സമവാക്യം ഏതാണ്? E=mc². ആരാണ് രൂപപ്പെടുത്തിയത്? ഐൻസ്റ്റീൻ ആണ്. ഊർജവും പിണ്ഡവും തമ്മിലുള്ള ബന്ധമാണ് E=mc². സി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ്. എം എന്ന് പറയുന്ന മാസ്. ഇ എന്ന് പറയുന്നത് ഊർജം, എനർജി. പ്രകാശ സംശ്ലേഷണത്തിൽ ഊർജത്തിനുണ്ടാകുന്ന മാറ്റം. പ്രകാശോർജം രാസോർജമായിട്ടാണ് മാറുന്നത്. ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ടാണ് ഫോട്ടോസിന്തസിസിൽ മാറുന്നത്. ബാറ്ററിയിൽ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം രാസോർജം വൈദ്യുതോർജമായി മാറുന്നു. അപ്പം കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. എവിടെ? ബാറ്ററിയിൽ. യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം ആണ് ഡൈനാമോ. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അപ്പോൾ യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു ഡൈനാമോ. മൈക്രോഫോണിൽ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്? ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. മൈക്ക്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന സൗണ്ടിനെ അതെന്താക്കി മാറ്റുന്നു? വൈദ്യുതോർജമാക്കി മാറ്റുന്നു. വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് അയൺ ബോക്സ്. ശരിയോ തെറ്റോ? ശരിയാണ്. ഗാൽവനിക് സെല്ലിൽ രാസോർജം എന്തായിട്ട് മാറുന്നു? വൈദ്യുതോർജമായി മാറുന്നു. ഗാൽവനിക് സെല്ലിൽ രാസോർജം വൈദ്യുതോർജമായി മാറുന്നു. സൗരോർജത്തിൽ നിന്നും നേരിട്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണമാണ് സോളാർ വാട്ടർ ഹീറ്റർ. ശരിയോ തെറ്റോ? ശരിയാണ്. സൗരോർജത്തിൽ നിന്നും നേരിട്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണമാണ് ഇത്? സോളാർ വാട്ടർ ഹീറ്റർ. ശരിയാണ്. ഇലക്ട്രിക് ബെല്ലിൽ വൈദ്യുതോർജം എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക് ബെല്ലാവുമ്പം സൗണ്ട് എനർജി, ശബ്ദോർജമായിട്ടാണ് മാറുന്നത്. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ഡിസംബർ മാസം 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം. അവസാനത്തെ ചോദ്യം, ജൂൾ, ന്യൂട്ടൺ എന്നീ യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ എന്തെല്ലാം? ഇപ്പം ജൂളും ന്യൂട്ടനും രണ്ടും രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ പേരായതുകൊണ്ട് അവരുടെ ഫസ്റ്റ് ലെറ്റർ ജെ, ക്യാപിറ്റൽ ജെയും ക്യാപിറ്റൽ എന്നുമാണ് പ്രതീകങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രവൃത്തി, ഊർജം, ഊർജ പരിവർത്തനം, ഈ 3 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്തത്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്